ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ധാരാളം അത്ഭുതങ്ങൾ, പുതിയതായിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 125 സങ്കീർത്തനം 1 തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ്. ലോകത്തെ ആശ്രയിക്കാതെ, മറ്റുള്ളവരിൽ ആശ്രയിക്കാതെ കർത്താവായ ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ നിങ്ങൾ സിയോൻ പർവ്വതം പോലെ ബലവത്തുള്ളതും അചഞ്ചലമായതുമായി ആ വിശ്വാസത്തിൽ നിലനിൽക്കും. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പർവ്വതമാണ് എവറസ്റ്റ്. ആ എവറസ്റ്റ് പോലെ നിങ്ങൾ അചഞ്ചലമായ ദൈവപരിപാലനയിൽ നിങ്ങൾ നിലകൊള്ളും. ലോകം നമ്മളെ തള്ളിപ്പറഞ്ഞാലും, ലോകത്തിൻ്റെ മുന്നിൽ നിങ്ങൾ ആശ്രയത്തിന് വേണ്ടി തേടുമ്പോൾ പലരും നിങ്ങളെ മാറ്റി നിർത്തും. എന്നാൽ കർത്താവിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നതെങ്കിൽ ആ കർത്താവ് നിങ്ങളുടെ ഒപ്പം ഒരു ഉരുക്കു കോട്ട പോലെ നിങ്ങളുടെ കൂടെ നിൽക്കും. ഈ തിരുവചനം നിങ്ങൾക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കൊരു ഉരുക്കുമതിൽ പോലെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.